പിന്നെ അവല് മിൽക്കിന് പൂതിയായി പിന്നെ എന്താ ചെയ്യുക? ഉണ്ടാക്കന്നെ അല്ല എന്ത്. ഞാൻ കുറച്ച് ചെറുപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കണ്ടാക്കരുതും പിന്നെ ഒന്നിനും പറ്റൂല. പക്ഷേ തൊലി പൊളിച്ചാണ്ടല്ലോ സംഭവം കൊള്ളാട്ടോ. അപ്പോൾ ഇത് ഞാൻ പകുതി പഴം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പകുതി ഞാൻ അതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്തതിൻ്റെ പകുതി മാറ്റി വെക്കുക. എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് വേണമെന്നൊന്നുമില്ല, ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് മാത്രം. പിന്നെ ടേസ്റ്റിന് നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പൊടിച്ചെടുത്തതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചിട്ട് ഞാൻ പാലൊഴിച്ചിട്ട് കുറച്ച് നമ്മൾ നേരത്തെ പഴം അടിച്ചെടുത്തല്ലോ അതിന് 2 സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടൊന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാനിങ്ങനെയാണ് പൊതുവേ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നിലക്കടല, പൊട്ടുകടല, ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ ചെറിയ പാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറീസും പൊരിയവലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പൊരിയവൽ മേടിക്കുമ്പോൾ തന്നെ അവൽ മിൽക്കിന് ഉള്ളതാന്ന് പറഞ്ഞാൽ ഈ ഐറ്റംസൊക്കെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാക്കറ്റൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ ഇത് സെപ്പറേറ്റ് മേടിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ അസംബിൾ ചെയ്യണം കേട്ടോ. ആദ്യം പൊരിയവലിട്ട് കൊടുക്കുക, പിന്നെ പാലൊഴിച്ച് കൊടുക്കുക. നമ്മൾ ക്രീമി ടെക്സ്ചറിൽ പാലുണ്ടാക്കില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. പഴവും പിന്നെ അതുപോലെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഫ്ലേവറിൽ ഉണ്ടാക്കി പിന്നെ മറ്റേതും അങ്ങനെയൊക്കെ ഓരോ ലെയറാക്കി അങ്ങനെ ഇട്ട് കൊടുക്കുക. ട്യൂട്ടി ഫ്രൂട്ടി, കടല, നിലക്കടല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമുക്ക് പാലൊന്നും കൂടെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ചെറീസ് ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ ഏറ്റവും ടോപ്പിൽ ബൂസ്റ്റിൻ്റെ പൊടി വിതറി കൊടുക്കുക. പിന്നെ ചെറി മുകളിൽ വെച്ച് കൊടുക്കുക. കുറച്ച് ഐസ്ക്രീം കൂടെ ആഡ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഒന്നുകൂടെ ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം കൂടെ ആഡ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള അവിൽ മിൽക്ക് നമുക്ക് കിട്ടും. അപ്പോൾ സേവ് ആക്കിക്കോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.